സമാനമായ കേസിൽ നിങ്ങൾ എന്ത് നിലപാടെടുത്തുവെന്ന് കോൺഗ്രസിന് ഇനി CPM-നോട് ചോദിക്കാം. ലൈംഗിക പീഡന കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടവരും ശബരിമല സ്വർണ്ണപ്പാളി മോഷണ കേസിൽ ജയിലിൽ കഴിയുന്നവരും ഇപ്പോഴും പാർട്ടിയിൽ തുടരുകയല്ലേ എന്ന് കോൺഗ്രസ് നേതാക്കൾ ചോദിച്ചു തുടങ്ങി. അതിജീവിത പരാതി നൽകി കൃത്യം ഒരാഴ്ച കഴിഞ്ഞ് രാഹുൽ പാർട്ടിയിൽ നിന്ന് ഔട്ട്. രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളി 1 മിനിറ്റിനകം ഒഫീഷ്യലായിട്ടുള്ള പ്രഖ്യാപനവും വന്നു. ഇതോടുകൂടി തങ്ങൾ രാഷ്ട്രീയ ധാർമ്മികത പാലിച്ചു എന്ന് കോൺഗ്രസിന് അവകാശപ്പെടാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF പ്രചാരണം ശക്തമായിട്ട് എന്ന സമയത്തായിരുന്നു രാഹുൽ വിഷയം വീണ്ടും ചർച്ചയായത്. ശബരിമല സ്വർണ്ണപ്പാളി മോഷണ കേസ് ഉൾപ്പെടെയുള്ള വികാരപരമായ വിഷയങ്ങൾ കത്തി നിൽക്കുന്ന സമയത്താണ് രാഹുൽ വിഷയത്തിലേക്ക് കേരള രാഷ്ട്രീയവും രാഷ്ട്രീയ ചർച്ചകളും ഒക്കെ മാറിയത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടം എന്ന ബാധ്യത ഇനി ചുമക്കേണ്ടതില്ലെന്ന് കോൺഗ്രസ് തീരുമാനിച്ചതോടെ ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പിന് 5 ദിവസം മാത്രം ശേഷിക്കെ രാഹുൽ വിഷയത്തിലൂടെ പാർട്ടിക്കുണ്ടായ ക്ഷീണം പരിഹരിക്കാനാകുമെന്നാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാടെടുത്തത് പ്രതിപക്ഷ നേതാവ് VD സതീശനായിരുന്നു. അതിന്റെ പേരിൽ അദ്ദേഹത്തിന് ഒരുപാട് സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നു. അതിനു പിന്നിൽ കോൺഗ്രസിലെ ഒരു പക്ഷമാണെന്നുള്ള ആരോപണങ്ങളും ഉണ്ടായിരുന്നു. എന്തായാലും യുവതി പരാതിയായിട്ട് രംഗത്ത് വന്നതോടുകൂടി VD സതീശൻ പാർട്ടിയിലെ കരുത്തുറ്റ നേതാവായി മാറി. അന്ന് ശക്തമായിട്ടുള്ള നിലപാടെടുത്തതുകൊണ്ട് ഇന്ന് പറഞ്ഞു നിൽക്കാൻ സാധിക്കുന്നു എന്ന് പാർട്ടിക്കാർ അംഗീകരിക്കുകയും ചെയ്തു. ഇതോടുകൂടി VD സതീശന് ഒരു രക്ഷകന്റെ പ്രതിച്ഛായ കൈവന്നു. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഏറ്റവും വലിയ തിരിച്ചടി കിട്ടിയത് പാർട്ടിയിലെ യുവ നേതൃത്വത്തിന് തന്നെയാണ്. യുവാക്കളെ കയറൂരി വിട്ടാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം എന്നൊക്കെയായി സംസാരം. തൃക്കാക്കര, പുതുപ്പള്ളി, പാലക്കാട്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുകളിൽ UDF വിജയിച്ചു കയറിയത് പാർട്ടിയിലെ യുവ നേതൃനിരയുടെ പ്രചാരണ മികവ് കൊണ്ടാണെന്നൊക്കെ ഒരു സംസാരം ഉണ്ടായിരുന്നു. പാർട്ടിയുടെ ഭാവി അവരുടെ കൈകളിൽ ഭദ്രമാണ് എന്നൊരു സംസാരം ഉണ്ടായിരുന്നു. അവർക്കാണ് ഈ രാഹുൽ വിഷയം ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. പക്ഷെ രാഹുലിനെതിരായ പരാതി ഇപ്പൊ വന്നത് നന്നായി എന്ന് കരുതുന്ന കോൺഗ്രസ് നേതാക്കളും ഉണ്ട്. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് കരുതി വെച്ചിരുന്നതാണെന്നും ഇപ്പൊ ഒന്നും സംഭവിക്കാതെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ വീണ്ടും സ്ഥാനാർത്ഥിയായതിനു ശേഷമാണ് ഈ പരാതി ഉയർന്നു വന്നിരുന്നെങ്കിൽ അത് UDF-നെ തകർത്ത് കളയായിരുന്നു എന്നും അതിനു മുമ്പേ ഇങ്ങനെ ഒരു പരാതി ഉയർന്നു വന്നത് നന്നായി എന്ന് കരുതുന്ന കോൺഗ്രസ് നേതാക്കളും ഉണ്ട്.